വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല, പച്ചക്കറികൾ തന്നെ ആവശ്യമില്ല. സാധാരണ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ ഉള്ളി, തക്കാളി അങ്ങനത്തെ ഓരോ ഇത് വേണ്ടേ, അതൊന്നും ഇതിന് ആവശ്യമില്ല. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അരിയും പിന്നെ ചിക്കനും മാത്രമല്ല. അതും അരി നമ്മൾ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ്. ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയാലൊക്കെ എപ്പോഴും ഇതന്നെയാണ് ഉണ്ടാക്കി തരല്. കാരണം ഉള്ളി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം പിന്നെ ഉമ്മാൻ്റെ അനിയത്തിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം PSC ഹോം സ്റ്റഡി എന്നാണ്. നല്ല ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ നല്ലോണം വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. അപ്പം ആദ്യം ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും പിന്നെ 1 കപ്പോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഈ ഉപ്പ് അധികമായി പോയരുത്, കാരണം മാഗി ക്യൂബും പിന്നെ ലെമൺ ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉപ്പും കൂടി ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ചിക്കൻ ഒന്ന് ഇതിലിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് 2 മണിക്കൂറോളാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. വേണേൽ അന്നപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ 2 മണിക്കൂറിനെക്കാട്ടിയും കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല. ഞാൻ 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇത് 1 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, നേരത്തെ പറഞ്ഞായിരുന്നു. ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു. ബിരിയാണി റൈസ് ആയതുകൊണ്ടാണ്, കുഴപ്പമില്ല. ചോറധികം വെന്തൊടിയരുത്. അപ്പോൾ ഈ ചോറ് വേവുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് മന്തിയിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ 2 മണിക്കൂർ മുമ്പ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം അത് ഒരു പാത്രത്തിൽ നല്ലോണം നിരത്തി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എണ്ണയും മസാല എല്ലാം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല, ഇത് അതിലുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. ഈ റൈസ് നല്ലോണം വെന്ത് വരണം, അധികം വെന്ത് ഒടിയാനൊന്നും പാടില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ആദ്യത്തെ ഭാഗമൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 മാഗി ക്യൂബ് പൊടിച്ചതും 1 ടീസ്പൂണോളം കുരുമുളകും 1 ടീസ്പൂണോളം പച്ചമല്ലിയും 1/2 ടീസ്പൂണോളം ജീരകവും 3 ഏലക്കയും 3 ഗ്രാമ്പും 1 പീസ് കറുവപ്പട്ടയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. അധികം ഈ ചിക്കന് വേറിട്ട് പോകാതെ ഒന്നും ചെയ്യാൻ പാടില്ല, ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഇതൊന്ന് ഒന്നുകൂടി മൂടി വെക്കാം. ഇത് 2 മിനിറ്റാണ് ഇങ്ങനെ മൂടി വെക്കേണ്ടത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ചോറിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമ്മുടെ ചോറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ റൈസിൻ്റെ മുകളിലായിട്ട് തീക്കനൽ ഇട്ട് കൊടുക്കണം. അതിനായി ഞാൻ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ചിരട്ട കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഗ്യാസ്മേൽ വെച്ചിട്ട് നല്ലോണം കത്തിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റീലിൻ്റെ ബൗളിലാണ് ആക്കുന്നത്. സ്റ്റീലിൻ്റെ ബൗളിലേക്ക് അത് നല്ലോണം ഇട്ടിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ചോറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് ചോറ് അടച്ചു വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമായിരിക്കും ഈ പുക വരുന്നത്. അപ്പോൾ ഈ പുക കടന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒഴിച്ചതിന് ശേഷം നമ്മൾ മൂടി വെക്കണം. ഇത് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അരമണിക്കൂർ നമ്മൾ ഇത് തുറക്കാതെ വെക്കണം. ഇപ്പോൾ ഇത് തുറക്കാതെ വെച്ച് അരമണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളും വളരെ ഈസിയാണ്. അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല, പച്ചക്കറികളൊന്നും നമുക്ക് ആവശ്യം തന്നെ ഇല്ല. സാധാരണ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഈ ഉള്ളി, തക്കാളി എല്ലാം ആവശ്യമെടുത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ സാധനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചിക്കനും ബിരിയാണിയുടെ റൈസും ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ചോറിന് നല്ലോണം മഞ്ഞക്കാറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോറ് വെച്ച പാത്രത്തിൽ തന്നെ മാറ്റിയിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയെടുത്ത് നല്ലോണം എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇത് ഒരു പ്ലേറ്റിലിട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. അടിപൊളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാൻ്റെ അനിയത്തിയാണ് ഇത് പറഞ്ഞു തന്നത്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.